പിന്നെ നബിയോ സഹാബികളോ ആരെങ്കിലും 11-ലധികം നിസ്കരിച്ചത് ഒരൊറ്റ സഹീഹായ ഹദീസിലും വന്നിട്ടില്ല. ഹദീസിൽ നിങ്ങൾ എഴുതിക്കൊണ്ടരും, അതിന്റെ ദുർബലത ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അതേ താബിഈ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിലും, അതേപോലെ തന്നെ മുസന്നഫു അബ്ദുർ റസാഖിലും, അതേപോലെ തന്നെ മറ്റു ഹദീസ് സമാഹാര ഗ്രന്ഥങ്ങളിലും നമുക്ക് സഹീഹായ സനദോടുകൂടി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമഅ الناس في رمضان على أبي بن كعب وعلى تميم الداري على 21 റക്അ, 21 റക്അത്ത്. വേറെ ചില റിവായത്തിലുള്ളത് 23, അതായത് വിത്ര നമുക്കറിയാം 1, 3 ഒക്കെ നിർവഹിക്കാം. ഈ സനദുകൾ സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. 11 റക്അത്ത് നിസ്കരിക്കാനാണ് ഉമർ ഫാറൂഖ് ഇമാമുകളായി നിശ്ചയിച്ച ഉബയ്യ് ഇബ്നു കഅബിനോടും തമീം ദാരിയോടും കൽപ്പിച്ചത് എന്നാണ്. 20 നിസ്കരിച്ചു എന്നുള്ളത് കള്ള റിപ്പോർട്ടാ. ഇതാ സഹീഹായ റിപ്പോർട്ട്. അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സ്വഹാബത്തോ 20 നിസ്കരിച്ച ഒരൊറ്റ സഹീഹായ ഹദീസുമില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ ഏകോപിച്ചു പറഞ്ഞിട്ടുള്ളത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇത് രണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. 11 സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ 20 സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹുഫാളുകളായ, വലിയ ഹാഫിളീങ്ങളായ, മുഹദ്ദിസീങ്ങളായ, നുഖാദുകളായ, പ്രാമാണികരായ പണ്ഡിതന്മാർ അത് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞവരാണ്. ദുർബലമാണെങ്കിൽ ഇങ്ങനെ ഈ ഹദീസ് കടന്നുകൂടി ഓരോരുത്തർ കടത്തി കൂട്ടിയിട്ട് തന്നെ ഹദീസ് ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഓരോരുത്തർ കെട്ടിണ്ടാക്കിയിട്ട് ഉമറിന്റെ കാലത്ത് അങ്ങനെ നടന്നു എന്ന് എഴുതി വിട്ടു. റസൂലുള്ളാഹിന്റെ പേരിൽ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വിട്ട പോലെ ഈ സനദുകൾ സ്ഥിരപ്പെട്ടതാണ്. മാത്രമല്ല അക്കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കുന്നു.